നമസ്കാരം. നമ്മൾ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ കണക്റ്റ് ആപ്പ് പോലെ തന്നെ സിസ്റ്റത്തിൽ നമുക്ക് ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ വന്നിട്ട് ഈ നമ്മളെ ക്രോമിൽ ജസ്റ്റ് IVMS 4200 എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ഈ IVMS 4200 ലൈറ്റ് എന്ന് പറഞ്ഞ വെർഷനാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ തന്നെ ഹയർ വെർഷൻ ഉണ്ട്, അത് ഒരുപാട് ഡാറ്റ കൺസ്യൂം ചെയ്യും, നമ്മുടെ സിസ്റ്റം സ്ലോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോഴും IVMS 4200 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുക. അതിൽ ആദ്യം കാണുന്ന equationeurope.com എന്ന് പറയുന്ന ആപ്പിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന പേജിൽ ഈ IVMS 4200 ലൈറ്റ് തന്നെയാണ് നോക്കുക. അതിൽ .exe എന്ന് പറഞ്ഞ വെർഷൻ ഡൗൺലോഡ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത വെർഷൻ ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ നമ്മൾ എടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്ത വെർഷൻ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഓൾറെഡി സെറ്റപ്പ് മോഡിലൂടെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഫിനിഷ് കൊടുക്കുന്നു, ആക്സെപ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, ക്ലയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു, ഇൻസ്റ്റാൾ കൊടുക്കുന്നു, ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വേണമെന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പിലേക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ് കൊടുക്കുന്നു. ഫിനിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ആപ്പ് വന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ യെസ് കൊടുക്കുക. വൺസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ കൊടുക്കുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ വരിക. ഇതിൽ വരുമ്പോൾ നമ്മൾ എന്തുണ്ട് ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. എന്തെങ്കിലും പാസ്വേഡ് ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ആപ്പ് സിസ്റ്റത്തിൽ ആക്സസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ ആക്സസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ പാസ്വേഡ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കോമൺ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എനേബിൾ ഓട്ടോ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വേണ്ട, ലോഗിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇവിടെ ലോഗിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആപ്പ് ഓപ്പണായി വരും. ജസ്റ്റ് അലോ കൊടുക്കുക. അലോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനീഷ്യലൈസിങ് 100% ആവും. ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ ഇതെങ്ങനെ വന്നു. നമുക്കിതിങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലിവിടെ മെയിൻ വ്യൂ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിമോട്ട് പ്ലേ ബാക്ക് ഉണ്ടായിരിക്കും, മെയിൻ്റനൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇതിവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ ക്ലൗഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമ്മൾ നമ്മുടെ ഈ കണക്ട് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും, ലോഗിൻ വരും. ഇതിൽ നമ്മുടെ ഈ കണക്റ്റിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇത്രയാണല്ലോ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോപ്പിൽ ഇവിടെ ഈ ഒരു പോർഷനാണ്, ഈ ഒരു ക്ലൗഡാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ത്യ കൂടി സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ നമുക്ക് നമ്മുടെ ഈ കണക്റ്റ് ആപ്ലിക്കേഷനിൽ അടിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിൻ വ്യൂവിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെയിൻ വ്യൂവിൽ ഇങ്ങനെ ലിസ്റ്റ് വരും. ഇവിടെ നമുക്ക് സ്ക്രീനുകൾ സെലക്ട് ചെയ്യാം. 4ൻ്റെ സ്ക്രീനായിട്ട് 4-വേ സ്ക്രീനായിട്ട് 9 സ്ക്രീനുകളായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയാണ് വരുന്നത്. പിന്നെ പ്ലേ ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും ടൈമും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം കിട്ടും. പിന്നെ നമ്പർ ഓഫ് ക്യാമറാസ് ഇത് വരും, ലിസ്റ്റ് ഇവിടെ വരും, ക്യാമറാസ് വന്നു കഴിഞ്ഞാൽ. ഇത്രയാണ് വരുന്നത് കേട്ടോ.